ഹായ് ഓൾ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സിനിമാ ചരിത്രമാണ്. നമുക്കറിയാം PYQ എടുത്ത് നോക്കിയാലും നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാള സിനിമ എന്ന് പറയുന്നത് അല്ലെ. PYQ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കാണും, സിനിമയിൽ നിന്ന് കാണും അല്ലെ. അതൊരു ഹോട്ട് ടോപ്പിക്കാണ്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊരു ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. ഒന്നുകിൽ ആദ്യകാല സിനിമകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഏറ്റവും നമ്മളിപ്പം എഴുതാൻ പോകുന്ന എക്സാമിന് തൊട്ട് മുന്നത്തെ ഉള്ള 3 to 4 ഇയേഴ്സിനകത്തോട് നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അതിപ്പോൾ അവാർഡ്സ് ആണെങ്കിൽ അവാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക് ഇവന്റ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. എനിവേ നമുക്ക് എന്താണ് ഇത് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് എന്താണ് ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ എന്ന് പറയുന്നല്ലേ. അപ്പം നമുക്കിത് വളരെ കൃത്യമായിട്ട് പഠിക്കണം. ഇന്ന് നമ്മുടെ ക്ലാസ് ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയത്തെ പറ്റിയാണ്. വൺസ് അഗൈൻ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ എന്താണ് മലയാള സിനിമയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന്റെ ഒറിജിൻ അല്ലെ, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും എവിടെ നിന്നാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരിക? പാശ്ചാത്യ രാജ്യത്ത് നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരിക അല്ലെ. സിനിമയും ഒട്ടും പിറകോട്ടല്ല, എവിടെയാണ്? പാശ്ചാത്യ രാജ്യത്ത് നിന്ന് തന്നെയാണ് സിനിമയുടെയും എന്താണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൂമിയർ സഹോദരന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഫ്രഞ്ച് നിന്ന് പിന്നെ എങ്ങോട്ട് ബോംബെയിലേക്ക് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. യെസ്, അവരെ ഒന്ന് ഓർക്കുക. പിന്നീട് നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഫാദർ ഓഫ് ഇന്ത്യൻ ഫിലിം ആരാണ് എന്നുള്ളതാണ്. അതാരാണ്? അത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഓർക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ ആണ് അല്ലെ. നമുക്ക് ഇപ്പൊ ഓർക്കുമ്പോൾ നമ്മളെ ലാലേട്ടനെ ഓർമ്മിക്കും അല്ലെ. ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ആദ്യ ചിത്രമാണ് ഹരിശ്ചന്ദ്ര എന്നുള്ളത് കേട്ടോ. ഹരിശ്ചന്ദ്ര ഓർത്തു വെച്ചോണേ. ഇതൊരു പൂർണ്ണ ചിത്രമാണ് കേട്ടോ. ഇതൊരു സമ്പൂർണ്ണ ചിത്രമാണെന്ന് പറയപ്പെടുന്ന ചിത്രമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞില്ല, അതിന് മുന്നേയും എന്ത് വന്നിട്ടുണ്ടടാ, സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, പൂർണ്ണമല്ല. ഈ ഒരു ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഒരു പേര് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാ സാഹിബ് ഫാൽക്കെയുടെ ഏതാണ്? ഹരിശ്ചന്ദ്രയാണ്. രാജാ ഹരിശ്ചന്ദ്രയാണ് കേട്ടോ. രാജാ ഹരിശ്ചന്ദ്രയാണ്. ഓർത്തോണേ. അത് വന്നത് എന്നാണടാ? 1913 കേട്ടോ. 1913. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്ക. രണ്ടാമതൊരു സിനിമ വന്നിട്ടുണ്ടടാ. രണ്ടാമതൊരു സിനിമ നേരെ തിരിച്ചു മറിച്ചിട്ടാ മതി. ഈ ഒരു ഇയർ 1931 വന്നിട്ടുണ്ട്. 31 ആലം ആര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതിയടാ. അപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ കുറിച്ചൊക്കെ അവാർഡിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ച ആൾ ആരാണ്, എന്താണ്, ആളുടെ ഫസ്റ്റ് സിനിമ ഏതാണെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ. അപ്പോ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ ലൂമിയർ സഹോദരന്മാര് എന്താണ് ആദ്യം ഈ പറയുന്ന പോലെ ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അതിങ്ങനെ കണ്ടിന്യൂറ്റിയിൽ കാണിക്കുന്ന സമയത്ത് എന്താണ് ഒരു സിനിമ റൺ ചെയ്യുന്ന പോലെ തോന്നി. പിന്നീടാണ് ഇതിന്റെ വളർച്ചകളെല്ലാം കൊണ്ടുവന്നത് അല്ലെ. ഇപ്പൊ ഒരു സിനിമാറ്റോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു പേറ്റന്റ് ഒക്കെ എടുത്താണ് ഈ പറയുന്ന സിനിമയുടെ ഒരു ചരിത്രമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അഗെയിൻ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കാനുള്ള ഒരു പേരാണ് ആരാണ്? JC ഡാനിയൽ അല്ലെ. JC ഡാനിയൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയാണ്? മലയാള സിനിമയുടെ പിതാവ് അല്ലെ. ഫാദർ ഓഫ് മലയാളം ഫിലിം അല്ലെ. യെസ്. ആദ്യ മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചലച്ചിത്രം തന്നെയാണ്. ഏതാണടാ? വിഗതകുമാരനാണ് അല്ലെ. വിഗതകുമാരനെ ഓർമ്മിച്ചു വെക്കുക. അപ്പം JC ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. JC തന്നെയാണ് എന്ത് ചെയ്തത്? അഭിനയിച്ചത്, നിർമ്മിച്ചത്, സംവിധാനം ചെയ്തത് എല്ലാം ആര് തന്നെയാണ്? JC ഡാനിയൽ തന്നെയാണ്. ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഛായാഗ്രഹണം നടത്തിയതും അഭിനയിച്ചതും എല്ലാം ആര് തന്നെയാണ്? JC ഡാനിയൽ തന്നെയാണ് എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്തെ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയതും ആരാണ്? അതും JC ഡാനിയലാണ്. അത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1926 ഈ സ്റ്റുഡിയോ വന്നത്. 26 സ്റ്റുഡിയോ വന്നത്. ഏതാണ്? ട്രാവൻകൂർ പിക്ചേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ആണ് കേട്ടോ. ട്രാവൻകൂർ പിക്ചേഴ്സ്. ഓക്കെ, ഓർത്ത് വെക്കുക. ട്രാവൻകൂർ പിക്ചേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ആണ് ആദ്യമായിട്ട് JC ഡാനിയൽ കൊണ്ടുവന്ന സ്റ്റുഡിയോ എന്നുള്ളത് കേട്ടോ. ഇനി ഈ വിഗതകുമാരനിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് മറ്റൊരു പ്രത്യേകത?
നിശബ്ദ ചിത്രമാണ് അല്ലെ, നിശബ്ദ ചിത്രമാണ്. ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ വിവരണങ്ങളെല്ലാം താഴെ എഴുതി കൊടുക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് താഴെയാണ് അതിന്റെ വിവരണങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാത്രമായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്, അല്ലാതെ നിശബ്ദ ചിത്രമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്, ഓർക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. പാട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് പാട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാടുന്ന ആൾക്കാർ, അതായത് അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ എന്ത് ചെയ്യും, പാടുക ആയിരുന്നു അതിനകത്ത് ചെയ്യുക. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പിന്നണി ഗായകനോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ എന്തില്ല, പിന്നണിയിൽ പാടുന്ന ഒരു രീതി ഇല്ല. അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോ കാണുന്ന എന്താണ്, ഓരോ ആക്ടേഴ്സ് അഭിനയിക്കുന്നു, പിന്നണിയിൽ ആരെങ്കിലും എന്താണ് പുതിയ പുതിയ സിംഗേഴ്സും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സും എന്ത് ചെയ്യുന്നു, പാടുന്നു, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ എന്തല്ല, ആക്ടേഴ്സ് അഭിനയിക്കുന്നത് ആരാണോ അവര് തന്നെയാണ് പാടി അഭിനയിക്കുന്ന ഒരു രീതിയായിരുന്നു വിഗതകുമാരിലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതൊരു നിശബ്ദ ചിത്രമായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചലച്ചിത്രം വിഗതകുമാരനാണ്. ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാണ്, വിഗതകുമാരനാണ് എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി മറക്കാനൊന്നുമില്ല. യെസ്, 1928 ഒക്ടോബർ 23 തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ഇത് എന്ത് ചെയ്തതാ, പ്രദർശിപ്പിച്ചത് കേട്ടോ, പ്രദർശിപ്പിച്ചത്. വിഗതകുമാരിലെ നായികയായിട്ട് വന്നത് PK റോസിയാണ് കേട്ടോ, PK റോസി. അതുകൊണ്ട് തന്നെ അപ്പൊ ആദ്യ നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് JC ആണ്. ആദ്യ നടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് PK റോസിയാണ് അല്ലെ, PK റോസിയാണ്. ഈ PK റോസിയുടെ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടനായിക എന്ന് പറഞ്ഞൊരു നോവലൊക്കെ വന്നിട്ടുണ്ട്, ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. ആരെയാണെന്ന് അറിയാമോ, അത് വിനു എബ്രഹാമിന്റെയാണ് കേട്ടോ. വിനു എബ്രഹാം എഴുതിയ ഒരു നോവലൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് ഓർമ്മിച്ചു വെച്ചേക്ക് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഒന്ന് ഓർത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കല്ലേറ്, അതായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാതിയിൽ കുറഞ്ഞ ഒരു സ്ത്രീയെ ഉന്നത കുലജാത ആയിട്ട് എന്താണ് അഭിനയിക്കാൻ വേണ്ടി കാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കാരണത്താലാണ് ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ സിനിമയിൽ പ്രദർശിപ്പിച്ച സമയത്ത് കല്ലേറുണ്ടാവുകയും പേപ്പർ കീറിയെറിയുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ചിത്ര പ്രദർശനത്തിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. സോ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചു. ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പൊ JC ഡാനിയൽ ആരാണ്, എന്താണ് എന്നെല്ലാം ദാ ഇവിടെ ഉണ്ട്. ദ ഫാദർ ഓഫ് മലയാളം സിനിമ എന്നുള്ളത് മലയാളത്തിലെ ആദ്യ ഫീച്ചർ ഫിലിം വിഗതകുമാരനാണ്. സംവിധാനം, നിർമ്മാണം, തിരക്കഥ, എഡിറ്റിംഗ് എല്ലാം ആരാ ചെയ്തത്, അദ്ദേഹം സ്വന്തമായിട്ടാണ് ചെയ്തത്. ആരാടാ, ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന കേരളത്തിലെ ആദ്യ സ്റ്റുഡിയോ ഫിലിം എന്ത് ചെയ്തത്, ആരാ കൊണ്ടുവന്നത്, JC ഡാനിയൽ ആണ്. JC ഡാനിയൽ. പിന്നെ നമ്മൾ അപ്പൊ ഓർക്കും മേരിലാൻഡ് സ്റ്റുഡിയോ ഏതാണ്, അതൊക്കെ ആണല്ലോ എന്നൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ പിന്നീടാണോ, ഐ തിങ്ക് 1948 ഈ പറയുന്ന സ്റ്റുഡിയോ ഒക്കെ വരുന്നത്. അപ്പം അതിന് മുന്നായിട്ട് 26 എന്നാണടാ, 1926 ഓർക്കുക. 1926 ട്രാവൻകൂർ, പട്ടത്താണ് കേട്ടോ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന എന്ത് വന്നത്, ഈ പറയുന്ന സ്റ്റുഡിയോ വന്നത് കേട്ടോ. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചുകൂടി പറയുവാണെങ്കിൽ സിനിമയായിട്ട് യാതൊരുവിധ ബന്ധവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു, ഒരു ജനറൽ ഡോക്ടർ ആയിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പൊ പ്രധാന കൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഏക സിനിമ തന്നെയാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയതും എല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ 1975 നമ്മുടെ കേരള സർക്കാർ കേട്ടോ, കേരള സർക്കാർ ഇദ്ദേഹത്തിന്റെ ഓർമ്മ പ്രകാരം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്മരണ പ്രകാരം എന്ത് ചെയ്തടാ, ഒരു അവാർഡ് കൊണ്ടുവന്നു. JC ഡാനിയൽ അവാർഡ് അല്ലെ. ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ആർക്കാണ്, ശാരദയ്ക്കാണ് അല്ലെ ഏറ്റവും ലാസ്റ്റ് കിട്ടിയത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം JC ഡാനിയൽ അവാർഡ് ആരാ കൊണ്ടുവന്നത്, കേരള സർക്കാരാണ് നടപ്പിലാക്കിയത്. ആരുടെ, JC ഡാനിയലിന്റെ ഓർമ്മ പ്രകാരമായിട്ട്, സ്മരണ പ്രകാരമായിട്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത അതിലെ നായികയെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PK റോസിയാണ്. PK റോസി ആദ്യ നടി, മലയാള സിനിമയിലെ ആദ്യ നടൻ JC ഡാനിയലും മലയാള സിനിമയിലെ ആദ്യ നടി ആരാണ്, PK റോസിയാണ്. അപ്പൊ ആദ്യ നായിക എന്ന് പറയുന്നു, പക്ഷെ ശബ്ദം കൊടുത്ത നായികയോ അല്ലെങ്കിൽ എന്താണ് നിശബ്ദ നായിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോ
ഉയർന്ന ജാതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഉയർന്ന ജാതിയിലെ ഒരു എന്താണ് കഥാപാത്രമാണ് ഇവർക്ക് കാസ്റ്റ് ചെയ്തിരുന്നത്. സോ അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി, എല്ലാവരും ഭയങ്കര പ്രശ്നമുണ്ടാക്കി. ഈ പറയുന്ന പോലെ കല്ലേറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ പ്രദർശന സമയത്ത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി പീഡനത്തെ തുടർന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ ഒരു സ്മരണാർത്ഥം ഈ PK റോസി ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഒരു ജീവിതത്തെ ആസ്പദമാക്കിയാണ് 2013 നമ്മുടെ പൃഥ്വിരാജും ആര് ചാന്ദിനിയും ചേർന്ന് അഭിനയിച്ച നമ്മുടെ എന്താണ് സെല്ലുലോയിഡ് അല്ലെ, സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചിത്രം പുറത്തു വരുന്നത് 2013 ഓർത്തു വെച്ചേക്കാട്ടോ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഓർക്കാനുള്ളത്. ഞാൻ വിഗതകുമാർ, നിങ്ങൾക്ക് ഇനി ഇത്രയും കാര്യങ്ങൾ ഇനി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പഠിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതാണ്ടടാ ഈ ഒരു ബോക്സ് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ ഒരു ബോക്സ് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നോയിക്കോ, പേര് എന്തുവാണ്? വിഗതകുമാരനാണ് ആദ്യത്തെ സിനിമ അല്ലെ, ആദ്യത്തെ സിനിമ. സംവിധാനം, തിരക്കഥ, നിർമ്മാണം ആരൊക്കെയാണ്? എല്ലാം ഒരാളാണ്, JC ഡാനിയൽ ആണ്. റിലീസ് തീയതി എന്താണ്? റിലീസ് തീയതിയെ കുറിച്ച് വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ആ ഫിലിം ഉണ്ടല്ലോ, ആ ഫിലിമിൽ കാണിച്ചിരിക്കുന്നത് 1928 എന്നും ചിലയിടത്ത് 1930 ഒക്ടോബർ 23 എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പല പുസ്തകങ്ങളും പലതാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും 1928 തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ക്യാപിറ്റോൾ തിയേറ്ററിലാണ് എന്ത് ചെയ്തത്? പ്രദർശനം ചെയ്തത് ക്യാപിറ്റോൾ തിയേറ്ററിലാണ്. നായിക PK റോസി ആയിരുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ നായിക എന്നുള്ള പേര് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ജാതിപരമായിട്ടുള്ള ഒരു കാര്യം വന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഡ്രാമ എന്നുള്ള പേരിൽ ഈ വിഗതകുമാരൻ സിനിമ എന്ത് ചെയ്തിട്ടുണ്ട്? അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക നാടകമായിട്ടും എന്ത് പറയുന്നുണ്ട്? ഈ വിഗതകുമാരനെ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിന് വേണ്ടിയിട്ട് തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ വിഗതകുമാരനെ കുറിച്ച് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി രണ്ടാമത്തെ സിനിമ വരുന്നു മാർത്താണ്ഡവർമ്മ. നമ്മൾ നോവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചരിത്ര നോവലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CV-യുടെ നോവൽ അല്ലെ, CV-യുടെ നാടകത്രയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചരിത്ര നാടകങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതേ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവന്ന സിനിമയാണ് മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അതൊരു ചരിത്ര സിനിമ എന്ന് വിളിക്കാം. എന്താണ്? ഒരു ചരിത്ര സിനിമ എന്ന് വിളിക്കാം. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. എന്താണെടാ? മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. ക്ലിയർ അല്ലേ? മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ 1933 അത് പുറത്തു വന്നത്. എന്നാണ്? 1933. സുന്ദർ രാജാണ് എന്ത് ചെയ്തത്? നിർമ്മാണം അല്ലെ. സുന്ദർ രാജായിരുന്നു നിർമ്മാണം ചെയ്തത്. നമ്മുടെ CV രാമൻ പിള്ളയുടെ നോവൽ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ള സിനിമയാണ്. ഇനി അതൊരു ചരിത്ര നാടകമായിരുന്നു അല്ലെ. യെസ്, ചരിത്ര നാടകമായിരുന്നു. ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശബ്ദ കാലഘട്ടത്തിന് ഒരു ലാസ്റ്റ്, അതായത് ഒരു എൻഡ് ആയിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ 2 സിനിമയാണ് നിശബ്ദ സിനിമകളായിട്ട് വന്നിട്ടുള്ളത്, വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും. ഇനി അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ പ്രദർശനം എന്ത് ചെയ്തു? നിർത്തിവെച്ചു. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക കേട്ടോ. പിന്നീട് എന്താണ് ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ എന്താണ്? ഈ പകർപ്പവകാശ തർക്കത്തെ തുടർന്ന് തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ആദ്യ ചിത്രമാണ്. ഓർത്തു വെച്ചേക്ക, പിൻവലിക്കപ്പെട്ട ആദ്യ സിനിമയാണ് ഏതാ? മാർത്താണ്ഡവർമ്മ എന്നുള്ള കാര്യം ഓർമ്മിച്ചു വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? പകർപ്പവകാശത്തെ തുടർന്ന് പ്രശ്നമുണ്ടാവുകയും പിന്നെന്താണ് അത് പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരോധിക്കപ്പെട്ട സിനിമ. അപ്പൊ PSC നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണടാ? ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട സിനിമ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ആദ്യ ചരിത്ര സിനിമ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഓർമ്മിച്ച് വെച്ചേക്ക. ഒരു നോവല് സിനിമയായിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തേത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. അപ്പം നമ്മുടെ നിശബ്ദ കാലഘട്ടം എവിടെ തീരുകയാണ്? ഇവിടെ തീരുകയാണ്. അടുത്ത നമ്മൾ പോവുകയാണ് ഏത്? ശബ്ദചിത്രമായിട്ടുള്ള ബാലനിലേക്ക് അല്ലെ. ഏതാണ്? ശബ്ദചിത്രമായിട്ടുള്ള ബാലൻ.
അപ്പൊ ഫസ്റ്റ് ടോക്കി ഫിലിം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമയാണ് അല്ലെ. യെസ്, അപ്പം അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ബാലൻ എന്താണടാ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി പഠിക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഈ അടുത്ത് നടന്ന പരീക്ഷകളിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആദ്യ ശബ്ദ സിനിമയായിട്ടുള്ള ബാലന്റെ തിരക്കഥ എഴുതിയത് ആര് എന്നുള്ളത് PYQ ആയിരുന്നു. ഓക്കെ, നോക്കാം. അപ്പൊ പേര് ബാലൻ എന്നാണ് 1938. അതായത് ഇവിടെ വെച്ച് കണക്ട് ചെയ്യാം. എന്താണ് നമ്മുടെ വിഗതകുമാരൻ വന്നത് എപ്പോഴാണ്? 28 നിന്നും 10 വർഷം വേണ്ടി വന്നു. എന്താണ്? ഒരു ശബ്ദചിത്രം പുറത്തിറങ്ങാനായിട്ട് അല്ലെ, ഒരു ശബ്ദചിത്രം പുറത്തിറങ്ങാനായിട്ട് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. 28 വിഗതകുമാരൻ, 38 ബാലൻ എന്നുള്ളത്. ഓക്കെ, അപ്പോ നോക്കാം. സംവിധാനം എസ് നൊട്ടാണിയാണ്. സംവിധാനം TR സുന്ദരമായിരുന്നു നിർമ്മാണം. അതിന്റെ പിക്ചേഴ്സ് ശ്യാമള പിക്ചേഴ്സ് എന്ന് പറയുന്നതാണ് എന്താണ് വിതരണം നടത്തിയത് കേട്ടോ. ഇനി ഈ പറയുന്ന പോലെ കഥ ഏത് കഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് TR സുന്ദരമാണെന്ന് പറഞ്ഞല്ലോ. TR സുന്ദരത്തിന്റെ എന്താണ് വിധിയും മിസസ് നായരും എന്ന് പറയുന്ന ചെറുകഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ബാലൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കഥ വന്നിട്ടുള്ളത്. അപ്പൊ ഓർക്കുക, കഥ സുന്ദരത്തിൻ്റെതാണ്, തിരക്കഥയാക്കിയതാണ് മുതുകുളം രാഘവൻ പിള്ള എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തു വെച്ചേക്ക. ഇനി KK അരൂരും MK കമലം ഇവര് രണ്ടുപേരെയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശബ്ദമുള്ള നായിക, ശബ്ദമുള്ള നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് PSC നമ്മളോട് ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് സംസാരിച്ച നായകൻ ആരാണ്, ആദ്യമായിട്ട് സംസാരിച്ച നായിക ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തു വെച്ചേക്കുക. കാര്യം എന്താണ്? ചോദ്യം ശബ്ദചിത്രത്തെ കുറിച്ചാണെന്നുള്ള ഓർക്കുക. അപ്പോൾ അത് ബാലനാണെന്നുള്ള കാര്യം ഓർക്കുക. ബാലൻ അഭിനയിച്ചത് ആരൊക്കെയാണെന്നുള്ള കാര്യവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അവിടെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ. യെസ്, ഇനി ആകെപ്പാടെ 24 ഗാനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 24 ഗാനങ്ങളാണ് ബാലനില് വന്നിട്ടുള്ളത്. 24 ഗാനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബാലനില് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സെറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇതിന്റെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ചെറുതായിട്ട് എന്തോ ഒരു ഈ പറയുന്ന പോലെ വളരെ അവിടെയും ഇവിടെയും ഉള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിന്റെ ഫോസിൽസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, സെറ്റ് അല്ലേ? സോ ഇനി ഇതിന്റെ കഥാസന്ദർഭം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയില്ലാത്ത ബാലനും സഹോദരിയും രണ്ടാനമ്മയായിട്ട് എന്ത് ചെയ്യാണ്? അവരിങ്ങനെ ഭയങ്കര ദുഷ്ടത്തനം കാണിക്കുകയാണ്. ഒടുവിൽ ഒരു അഡ്വക്കേറ്റ് അവരെ വന്ന് രക്ഷിക്കുകയാണ്. ഇതാണ് ആ ഒരു ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ആദ്യമായിട്ട് സംസാരം റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? സംസാരം റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീക്കിംഗ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഓർത്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അത് പറയുന്നത് ഹലോ മിസ്റ്റർ എന്ന് പറയുന്ന ഒരു വാക്കും പിന്നെ ചിലയിടത്ത് പറയുന്നുണ്ട് ഗുഡ് ലക്ക് എവർ. ഇങ്ങനെയുമാണ് ഈ 2 കാര്യങ്ങളാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഓർത്തു വെച്ചേക്ക് കേട്ടോ, റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കോ, ആദ്യമായിട്ട് സംസാരിച്ച നായകൻ, ആദ്യമായിട്ട് സംസാരിച്ച നായിക, ഫസ്റ്റ് സ്പീക്കിംഗ് ഹീറോ, ഫസ്റ്റ് സ്പീക്കിംഗ് ഹീറോയിൻ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി നൊട്ടാണി മുഖ്യമായും തമിഴ് സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്. രണ്ടാമത്തെ മലയാള ടോക്കിയാണ് ജ്ഞാനാംബിക എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ സംസാര ചിത്രമായിട്ട് വന്നത് ഏതാണ്? ജ്ഞാനാംബിക, രണ്ടാമത്തെ സംസാരിക്കുന്ന ചിത്രം കേട്ടോ. രണ്ടാമത്തെ ശബ്ദചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ ശബ്ദചിത്രം ഏതാണ്? ജ്ഞാനാംബികയാണ്. 1940 വന്നത്. 1940. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ 28 വിഗതകുമാരൻ വരുന്നു, 33 മാർത്താണ്ഡവർമ്മ വരുന്നു, 38 വീണ്ടും എന്ത് ചെയ്യുന്നു? ശബ്ദചിത്രമായിട്ടുള്ള ബാലൻ വരികയാണ്. 40 ആയപ്പോ വീണ്ടും ശബ്ദചിത്രമായിട്ടുള്ള ആര് വരികയാണ്? ജ്ഞാനാംബിക വരികയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ദാണ്ട ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 41 പ്രഹ്ലാദ എന്ന് പറയുന്ന ചിത്രം വരുന്നു. ആദ്യത്തെ പുരാണ ചിത്രം കേട്ടോ, ആദ്യത്തെ പുരാണ ചിത്രമാണ്. ഇനി അടുത്ത 48 ആകുമ്പോൾ നിർമ്മല എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. നിർമ്മല എന്ന് പറയുന്ന സിനിമ കേട്ടോ, അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. നിർമ്മല. ഇനി
നിർമ്മല സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ആദ്യമായിട്ടുള്ള പിന്നണി ഗാനം വന്നത്. അതായത് അഭിനയിച്ച് ഒരാള് മറ്റൊരാള് പാടുക എന്ന് പറയുന്ന എന്താണ് ആ ശബ്ദം കൊടുത്തിട്ടുള്ള പാട്ട് വന്നിട്ടുള്ളത് എവിടെയാണ്? ഈ നിർമ്മല സിനിമയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പം ദാണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ ടേബിൾ ആക്കിയിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോടാ. ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന വിഗതകുമാരൻ 28-ല്, ടോക്കി സിനിമ വരുന്നു 1938. ഇതിന്റെ ഇടയ്ക്ക് 33-ന് മാർത്താണ്ഡവർമ്മയുണ്ട്, ഓർത്തോളുക. സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കി വന്ന ആദ്യത്തെ സിനിമ മാർത്താണ്ഡവർമ്മ. നോക്കുക, 33-ലെ ആദ്യ ചരിത്ര നാടക സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്, അതും 33-ലാണ്. പിന്നെ പകർപ്പവകാശ പ്രശ്നത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് നിരോധിച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്, അതും 33. ഓർത്തു വെച്ചിരിക്കും. ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 3 തരത്തിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു പേപ്പർ ഇരുന്ന് വായിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് കിട്ടും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത് വരികയാണ് ഏത് സിനിമ? ബാലൻ കഴിഞ്ഞ് പിന്നെ വന്നത് ജ്ഞാനാംബികയാണ് 1940-ല്. 41-ല് ആദ്യ പുരാണ കഥ വരികയാണ്, പുരാണ ചലച്ചിത്രം വരികയാണ്, പ്രഹ്ലാദ എന്ന് പറഞ്ഞിട്ട്. ആദ്യ മലയാള സിനിമ അല്ലെ, എന്താണ് ആദ്യത്തെ മലയാളി നിർമ്മിച്ച മലയാള സിനിമ എന്ന് പറയുന്ന ഒരു വിശേഷണം നിർമ്മല സിനിമയ്ക്കുണ്ട്. പിന്നെന്താണ്? ഗാനങ്ങൾ അടങ്ങിയ സിനിമ എന്ന് പറയുന്ന ഒരു വിശേഷണവും നിർമ്മലയ്ക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത കുറച്ചധികം കാര്യങ്ങൾ പറയാൻ പോകുന്നത് 1951-ൽ ഒരു സിനിമ വരികയാണ്, ജീവിത നൗക. എന്താണെടാ? ജീവിത നൗക. ജീവിത നൗകയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? തിക്കുറിശി. ആരാണ്? തിക്കുറിശി സുകുമാരൻ നായർ കേട്ടോ, തിക്കുറിശി സുകുമാരൻ നായർ. ഇനി അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഫിലിം ഏതാണ്? ജീവിത നൗക. ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഫിലിം ഏതാണടാ? ജീവിത നൗക. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരാണ്? ഈ സിനിമയിൽ നിന്നാണ് അത് പറയുന്നത്. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരാണ്? അത് തിക്കുറിശിയാണ്. ഓർത്തു വെച്ചേക്കുക. ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയ നടൻ ആരാണ്? പത്മശ്രീ കിട്ടിയ നടൻ അതും ആരാണ്? അതും തിക്കുറിശിയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ആദ്യമായിട്ട് വേറൊരു ഭാഷയിൽ ഇതിന്റെ തർജിമ വന്നിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്. അന്യഭാഷയിലോട്ട് ആദ്യമായിട്ട് പോയ സിനിമ അതും ഏതാണ്? ട്രാൻസ്ലേഷൻ വന്ന സിനിമ ഏതാണ്? ട്രാൻസ്ലേഷൻ ഇവിടെ എഴുതുവാണേ. ആ സിനിമയും ഏതാണടാ? അതും ജീവിത നൗകയാണ്. സെറ്റ് അല്ലേ? ജീവിത നൗകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു കാര്യം മറക്കാതെ ഓർമ്മിച്ചു വെക്കുക ജീവിത നൗകയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് 51-ല് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക, ജീവിത നൗകയുമായിട്ട് ബന്ധപ്പെട്ടിട്ട കാര്യമാണേ. എടാ 1951 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർത്തു വെച്ചിരിക്കാനുള്ള ഇയർ 1954-ആണ്. 1954 വരുന്നു നീലക്കുയിൽ സിനിമ കേട്ടോ. അതിന്റെ ക്യാമറാമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ വിൻസെന്റ് ആണ്. ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എ വിൻസെന്റ് ആണ്. അത് ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താണ് സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് ചേർന്നാണ്. പി ഭാസ്കരൻ, ഒന്ന് രാമു കാര്യാട്ട്. അതിന്റെ രചന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറൂബാണ്. ഉറൂബ് പേര് നമുക്കറിയാലോ, PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ളതാണ് പേര് അല്ലെ, നമുക്കറിയാം. ശരി, അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സംഗീതം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഘവനാണ്. കെ രാഘവനാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്താണെടാ? വെള്ളി മെഡൽ നേടിയിട്ടുള്ള, പ്രസിഡന്റ് കയ്യിൽ നിന്ന് വെള്ളി മെഡൽ നേടിയിട്ടുള്ള, ദേശീയ അവാർഡ് അല്ലെ, വെള്ളി മെഡൽ നേടിയിട്ടുള്ള സിനിമയാണെന്ന് ഓർത്തു വെച്ചേക്കുക. സിനിമ
ഓക്കെ, ഇതാണ് നമുക്ക് 1951 ജീവിത നൗക കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കാനുള്ള സിനിമ. 1954 നീലക്കുയില്. ക്യാമറ ചെയ്തത് വിൻസെന്റ് ആയിരുന്നു. പി ഭാസ്കരൻ ആൻഡ് രാമു കാര്യാട്ടാണ് സംവിധാനം. രചന ഉറൂബാണ്. സംഗീതം ചെയ്തത് കെ രാഘവനാണ്. എന്താണ്, വെള്ളി മെഡൽ നേടിയിട്ടുള്ള സിനിമയാണ്. വെള്ളി മെഡൽ നേടിയിട്ടുള്ള സിനിമയാണ്, ഓർത്തു വെച്ചേക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഏതാണ് 51 പഠിച്ചു, 54 അല്ലെ, 54 പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 55 ആണ്. 1955 ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട്. ന്യൂസ് പേപ്പർ ബോയ് അത് ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ. നിയോ റിയലിസ്റ്റിക് ചിത്രമായിട്ടാണ് പറയപ്പെടുന്നത്. നിയോ റിയലിസ്റ്റിക് ഫിലിം എന്ന് ഞാൻ എഴുതുവാണേ. അങ്ങനെയാണ് അത് പറയപ്പെടുന്നത്. സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി രാംദാസ് ആണ് കേട്ടോ. രാംദാസ് ആണ്, പി രാംദാസ് ആണ് അത് സംവിധാനം ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ സത്യജിത് റോയ് ഒക്കെ അപ്പുറത്ത് എന്താണ് പതേർ പാഞ്ചാലിയൊക്കെ വന്നിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന കാലഘട്ടം എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ പോകുന്നു 1961 ആവുമ്പോഴത്തേക്കും കണ്ടം വച്ച കോട്ട് എന്ന് പറയുന്ന കളർ സിനിമയിലേക്ക് അല്ലെ. കണ്ടം വച്ച കോട്ട്. അപ്പം അവിടെ നിന്ന് വീണ്ടും ഒരു ചരിത്രം ആവർത്തിക്കുകയാണ്. എന്താണടാ, ഒരു കളർ സിനിമ വരികയാണ് അല്ലെ, ഒരു കളർ ഫിലിം വരികയാണ്, കണ്ടം വെച്ച കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ, ഓർത്തു വെച്ചിരിക്കുക. ഇനി 62 ആവുമ്പോഴത്തേക്കും 1962 ആവുമ്പോഴത്തേക്കും ഒരു ഭാഗ്യ ജാതകം എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നോയിക്കോടാ, ഷീല, സത്യൻ, നസീർ ഇവരെല്ലാവർക്കും ആദ്യ മലയാള സിനിമയാണ്. ഇവരുടെ ആദ്യ മലയാള സിനിമയാണ്. ഇവർ അഭിനയിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് ഏത്, ഭാഗ്യജാതകം എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു മേജർ സിനിമ വരികയാണടാ. 1964 ആയപ്പോഴത്തേക്കും വിൻസെന്റിന്റെ എന്താണെന്നറിയാമോ? ഭാർഗവി നിലയം. ഭാർഗവി നിലയം അല്ലെ, ഭാർഗവി നിലയം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാനുള്ള ആരെയാണ്? ബഷീറിന്റെ നീല വെളിച്ചം അല്ലെ. ബഷീറിന്റെ നീല വെളിച്ചം എന്ന് പറയുന്ന എന്താണ് എഴുത്തിൽ നിന്നുമാണ് ഈ പറയുന്ന ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ വരുന്നത് എന്ന് ഓർക്കുക. അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള നമുക്ക് ഏറ്റവും, ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതുകയാണ്, ഗോസ്റ്റ് എന്ന്. അതായത് മലയാള സിനിമയിലേക്ക് പ്രേതങ്ങളെ കടത്തിവിട്ട സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? വിൻസെന്റിന്റെ സിനിമയാണെന്ന് ഞാൻ പറയുകയാണ്. ഏതാണടാ? ഭാർഗവി നിലയം. ഓർത്തു വെച്ചേക്കുക. അവിടെ നിന്നാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിനുള്ള ഒരു തുടക്കം കുറിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കണേ. എന്താണ് ഈ പറയുന്ന നല്ല പാട്ടൊക്കെ ഉണ്ട് അതിനകത്ത്, നല്ല അടിപൊളി പാട്ടൊക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. രണ്ടാമത് അതേപോലെ തന്നെ രണ്ടാമത്തെ സിനിമ വരികയാണെടാ. രണ്ടാമത്തെ സിനിമ മുറപ്പെണ്ണ്. നമ്മുടെ എം ഡിയുടെ ഒക്കെ ആദ്യ തിരക്കഥ ആരാണ്? MD ആണ് കേട്ടോ. അപ്പൊ സിനിമാ ലോകത്ത് ആദ്യമായിട്ട് MD കടന്നു വരുന്നത് എവിടെയാണ്? മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയിലാണ് കേട്ടോ. മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയിലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. എടാ, ഇതിനെ കൂടെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 1965 ഒരു കാര്യമാണ്. അവിടെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇണപ്രാവുകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിലാണ് ശാരദ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. ശാരദ, മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്നറിയപ്പെടുന്ന ശാരദ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഏതിലാണ്? ഈ പറയുന്ന ഇണപ്രാവുകൾ എന്ന് പറയുന്ന എന്താണ് സിനിമയിലാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള മലയാള നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള നടി എന്നല്ല, ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരദയാണ് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞതിൽ കിട്ടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിഷയാണ്. നഖശതങ്ങൾ എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ശാരദയുടെ രണ്ടാമത്തെ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1968 വന്നിട്ടുള്ള തുലാഭാരമാണ്. 68 വന്നിട്ടുള്ള തുലാഭാരം. ഞാൻ അവിടെ എഴുതുന്നില്ല, എഴുതാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൊരു സിനിമ നമുക്ക് പഠിക്കാനുണ്ട്. 65 തന്നെ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ, ചരിത്രത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമ. അപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചേക്കാം. അപ്പൊ നമ്മൾ പോകുന്നു അടുത്തത് 1965 അടിപൊളി സിനിമ അല്ലെ. നമ്മൾ ഇന്നും നോക്കി കണ്ട് ഇരിക്കുന്ന
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ, നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിലേക്ക് പോകുന്നു, ചെമ്മീൻ അല്ലെ. അപ്പൊ രാമു കാര്യാട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. തകഴിയുടെ നോവലിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള സിനിമയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള, അതായത് നമ്മുടെ എന്താണ് ഗോൾഡൻ മെഡൽ കിട്ടിയിട്ടുള്ള അവാർഡ് എന്താണ് സിനിമയാണെന്നുള്ള കാര്യം ഒക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടി നീലക്കുയിൽ ഒന്നുകൂടെ ഞാനൊന്ന് എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണ്, സ്വർണ്ണ മെഡൽ പഠിക്കുമ്പം എന്ത് ചെയ്യുക, വെള്ളി മെഡലും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം ഇവിടെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജ് ഫുൾ കംപ്ലീറ്റ് പഠിക്കുന്നതിനെക്കാട്ടും എന്താണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബോക്സിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം സംവിധാനം രാമു കാര്യാട്ടാണ് എന്ന് പറയുക. നമുക്കറിയാലോ അത് ഏതാണെന്നുള്ള വർഷം ഏതാണെന്നുള്ളത് 1965 ഓഗസ്റ്റ് 19 കേട്ടോ. അപ്പം തകഴിയുടെ നോവലെ ആസ്പദമാക്കിയാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ്. അടുത്തത് തിരക്കഥ ആരാണ്? SL പുരം സദാനന്ദനാണ് തിരക്കഥ. SL പുരം സദാനന്ദനാണ്. ബാബു ഇസ്മയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മാണം കേട്ടോ. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഛായാഗ്രഹണം മാർക്സ് ബാറ്റ്ലി ആണ്. ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. PYQ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് ഓർത്തു വെച്ചേക്കുക. സംഗീതവും ഓർമ്മിച്ച് വെക്കുക, സലീൽ ചൗധരിയുടെ സംഗീതമാണ്. ഗാനരചന ആരാണ്? വയലാർ രാമവർമ്മയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. പിന്നെ അഭിനേതാക്കളെ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആണ്. വേറൊന്നുമില്ല. രാമു കാര്യാട്ടിനെ ഓർമ്മിച്ച് വെച്ചേക്കുക, സലീൽ ചൗധരിയെ ഓർമ്മിച്ച് വെച്ചേക്കുക, വയലാർ രാമവർമ്മയാണെന്ന് ഓർമ്മിച്ച് വെക്കുക, SL സദാനന്ദപുരം ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചെമ്മീൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് സന്ദർഭമൊക്കെ അറിയാം, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. മുക്കുവ സമുദായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് എന്താണ് ഈ പറയുന്ന ചെമ്പൻ കുഞ്ഞിന്റെ മകള് കറുത്തമ്മയും മുസ്ലിം മത്സ്യവ്യാപാരിയെ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയമാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് സാമൂഹികപരമായിട്ടുള്ള, അന്നത്തെ സമുദായപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അതെല്ലാം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന കടലിന്റെ സത്യം അല്ലെ, കടലമ്മയുടെ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നു. അതായത് അവരുടെ കൾച്ചർ, ഒരു മുക്കുവ സമുദായത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കൾച്ചർ കാര്യങ്ങളൊക്കെ ാണ് ആ സിനിമയിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ പാർട്ട് 1 നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓർത്തു വെച്ചിരിക്കാനുള്ള കാര്യം 65 പറഞ്ഞു. 68 നമ്മുടെ തുലാഭാരം വന്നിട്ട് ആർക്കാണ്? നമ്മുടെ ശാരദയ്ക്ക് രണ്ടാമത്തെ സിനിമയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇയർ നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഓർത്തു വെക്കാനുള്ള ഒരു ഇയർ ആണ് 1969 എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രൂപീകരണം എപ്പോഴാണ് നടന്നത്? രൂപീകരണം നടന്ന വർഷമാണ് 1969 എന്നുള്ളത്. അപ്പം ഏറ്റവും ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമാരസംഭവമാണ്. ഓർക്കുക, കുമാരസംഭവം. ആർക്കാണ് സംവിധാനത്തിൽ, ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസെന്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കുക. വിൻസെന്റ് ആണ്. ഇനി നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യനാണെന്ന് ഓർത്തു വയ്ക്കുക. കടൽപ്പാലം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് കേട്ടോ. ഇനി നടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷീലയാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ഓർത്തു വെക്കാനുള്ളത്. പിന്നെ സംസ്ഥാന നടൻ ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ മമ്മൂട്ടിക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക് കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാൻ നേരത്തെ ഷീല എന്ന് എഴുതിയത് വേറൊരു ഷീയായിരുന്നു. ഇപ്പോഴാ ഓർമ്മിച്ചത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിനിമ പാർട്ട് 1 എന്നുള്ള നിലയിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു PSC ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചേക്കുക, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് ഇതിന്റെ പാർട്ട് 2 വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.